പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിലെ 15-ാം വചനം കാണിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ വാഗ്ദാനം കൊടുക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് എല്ലാ സൃഷ്ടികളോടും, മനുഷ്യരോട് മാത്രമല്ല എല്ലാ സൃഷ്ടികളോടും. അതാണ് മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളം ഉണ്ടായിരിക്കുമെന്ന്. മനുഷ്യർക്ക്, വിശ്വസിക്കുന്ന മനുഷ്യർക്ക് അവർ പലവിധ ഭാഷകൾ സംസാരിക്കും. സർപ്പങ്ങളെ അവർ കയ്യിലെടുക്കും. മാരകമായ എന്തു കുടിച്ചാലും അവർക്ക് അത് ഏൽക്കുകയില്ല. ശിഷ്യരായ നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവരുടെ പാപങ്ങൾ ബന്ധിക്കപ്പെടും. ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതിങ്ങനെ തലമുറ നിങ്ങൾ ശിഷ്യപ്പെടുത്തുന്നവരെ എല്ലാവരെയും ശിഷ്യപ്പെടുത്തുന്നതനുസരിച്ച് അത് തലമുറ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവരിലൂടെ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവം അരുളി ചെയ്തിരിക്കുന്ന ആ വാഗ്ദാനം നിങ്ങൾ അല്പസമയം കാത്തിരിക്കുന്നു. ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് എന്തും സാധിക്കുമെന്ന്, എന്തും സാധിക്കും. സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്തു കുടിച്ചാലും നമുക്ക് കേൾക്കില്ല. ആരെയും സംശയിക്കേണ്ടതില്ല. ഇന്ന് പലരും നമ്മളുടെയൊക്കെ ഈ കാണുന്ന ജീവിതത്തിൽ നമുക്ക് കാണാം, പലരും അല്പവിശ്വാസികളാണ്. അവർ മറ്റവരങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടോത്രവും മന്ത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാവണ്ട? അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരിക്കലുമില്ല. നമ്മൾ ദൈവത്തിങ്കിലാണെങ്കിൽ നമുക്ക് ആര് എന്ത് ചെയ്താലും നമ്മൾ കേൾക്കില്ല. അത് നമ്മൾ വിശ്വസിക്കാം. അത് നമ്മൾ കേൾക്കില്ല. ആരും എന്ത് ചെയ്തോട്ടെ, നമ്മളതിന് പണം മുടക്കി വെറുതെ തെറ്റായ രീതിയിൽ കൂടി നടന്ന് ദൈവത്തിൽ നിന്ന് അകലാൻ ശ്രമിക്കരുത്. ശരിയായ രീതിയിൽ നിലകൊള്ളുക. നമുക്കൊരിക്കലും ഏൽക്കില്ല. ആരെന്ത് ദുഷ്പ്രവൃത്തികൾ ചെയ്താലും നമ്മൾ കേൾക്കില്ല എന്നുള്ള വിശ്വാസം നമ്മളിലുണ്ടാകണം. പല വ്യാജ പ്രവാചകന്മാരും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾക്കതുണ്ട്, മറ്റവർ അയലന്തരത്തുകാർ മറ്റവർ ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ മറ്റേ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരാൾ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുന്നവരെ നിങ്ങൾ തള്ളി ഓടിക്കുക. നമ്മൾ ദൈവത്തിങ്കിലായിരിക്കുക. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർക്ക് എന്ത് കടിച്ചാലും ഒന്നും ഏൽക്കില്ല, എന്ത് കുടിച്ചാലും ഒന്നും ഏൽക്കില്ല, ആരെന്ത് ഉപദ്രവം ചെയ്താലും ഒന്നും ഏൽക്കില്ല. അവരോടുകൂടെ 10,000 നമ്മൾക്ക് ചുറ്റും നിന്നാലും നമ്മൾ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, മുന്നോട്ട് പോകാം. ആരും നമ്മളെ കീഴ്പ്പെടുത്തില്ല. അതിന് സാധിക്കില്ല. നമ്മളുടെ കൂടെയുള്ളത് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ ദൈവം. ആ ശക്തിയാണ് നമുക്കുള്ളത്. ആ പവറിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാതാളത്തിൽ കൂടി, ഏത് അഗ്നിയിലൂടെയും എവ്തിലൂടെയും ഏത് മുള്ളുകൾക്കിടയിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. നമുക്കൊന്നും പോറൽ പോലും ഏൽക്കില്ല. അങ്ങനെ വിശ്വസിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.